പ്രിയമുള്ളവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എൻ്റെ പേര് ലെനിൻ ആൻ്റണി. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ മെയിൽ ഐ ഡിയിലെ പാസ്വേഡ് എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ റിക്കവറി ഇമെയിൽ എങ്ങനെ കൊടുക്കാം, റിക്കവറി ഫോൺ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. നിങ്ങളെല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഓക്കെ, നമ്മുടെ ഫോണിൻ്റെ സ്ക്രീനിൽ ഇതുപോലെ മെയിലിൻ്റെ ഒരു ഐക്കൺ കാണാൻ കഴിയും. ആ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും നമ്മുടെ സ്ക്രീനിൻ്റെ ഏറ്റവും ടോപ്പിൽ റൈറ്റ് സൈഡിൽ നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മെയിലിൽ പ്രൊഫൈൽ പിക്ചറായിട്ട് നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോ കാണാൻ കഴിയും. അതല്ലെങ്കിൽ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ അവിടെ കാണാൻ കഴിയും. ഇതിൽ ടച്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെ മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ട്, ഇതിൽ ടച്ച് ചെയ്യുക. മാനേജ് യുവർ ഗൂഗിൾ അക്കൗണ്ടിൽ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് വരുന്നു. ഇവിടെ നമുക്ക് കാണാൻ കഴിയും പേഴ്സണൽ ഇൻഫോ, സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ. ഇവിടെ പേഴ്സണൽ ഇൻഫോയിൽ ടച്ച് ചെയ്യുക. ഇവിടെ ടച്ച് ചെയ്താൽ നമുക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ നമുക്കൊരു ക്യാമറ കാണാൻ കഴിയും. ഇതിൽ ടച്ച് ചെയ്യുക. ഇത് നേരെ നമ്മുടെ ഗാലറിയിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്തതുകൊണ്ട് നമുക്കിവിടെ ചേഞ്ച് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഫോട്ടോസ് നമുക്കിവിടെ ഫോട്ടോ സെലക്ട് ചെയ്ത് സേവ് കൊടുക്കുക. അതിനുശേഷം ബാക്ക് വരിക. ഈ ഒരു പേജിലേക്ക് വന്നതിന് ശേഷം പേഴ്സണൽ ഇൻഫോയുടെ താഴെ സെക്യൂരിറ്റി ആൻഡ് സൈൻ ഇൻ ടച്ച് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു പേജിലാണ് വരുന്നത്. ഇവിടെ നിന്ന് നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് കാണാൻ കഴിയും പാസ്വേഡ്, അതുപോലെ തന്നെ റിക്കവറി ഫോൺ നമ്പർ, റിക്കവറി ഇമെയിൽ. ഇവിടെ നമുക്ക് ആദ്യം പാസ്വേഡ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ വരും. നമ്മുടെ തമ്പോ അതല്ലെങ്കിൽ പിൻ നമ്പറോ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഈ ഒരു പേജിലാണ് വരുന്നത്. ഇവിടെ നമ്മളൊരു പുതിയ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കുക കൃത്യമായിട്ട്. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളാണ് കാണിക്കുന്നത്. ഇവിടെ ഈ ഒരു കണ്ണിൻ്റെ പടത്തിൽ ടച്ച് ചെയ്താൽ നമുക്കിവിടെ കൃത്യമായിട്ട് അത് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ചേഞ്ച് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ ഓൾറെഡി നമ്മുടെ പാസ്വേഡ് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യാം. അതല്ലെങ്കിൽ പുതിയ പാസ്വേഡ് കൊടുക്കുന്നവർക്ക് പുതിയ പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി വച്ചതിന് ശേഷം കൊടുക്കുക. പിന്നീട് റിക്കവറി ഫോൺ നമ്പർ, ഓക്കെ, റിക്കവറി ഫോൺ നമ്പറിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങളുടെ തമ്പ് കൊടുക്കുക. അതല്ലെങ്കിൽ പിൻ നമ്പർ അടിച്ചു കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നിലവിലുള്ള പുതിയ ഫോൺ നമ്പർ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ നിലവിലുള്ള ഫോൺ നമ്പർ മാറ്റുന്നതിനോ വേണ്ടിയിട്ട് ഈ പെൻസിലിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഫോൺ നമ്പർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഫോൺ നമ്പർ ചേഞ്ച് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. OTP അടിച്ചു കൊടുത്ത് മുന്നോട്ട് പോവുക. ഓക്കെ, അതിനുശേഷം ബാക്ക് വരിക. വീണ്ടും റിക്കവറി ഇമെയിൽ എടുക്കുക. വീണ്ടും നമ്മൾ തമ്പ് കൊടുക്കുക. അതുപോലെ തന്നെ പിൻ നമ്പർ കൊടുത്ത് ഓപ്പൺ ചെയ്യുക. ഓൾറെഡി നിങ്ങൾ റിക്കവറി മെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചേഞ്ച് ചെയ്യുന്നതിന് ഇവിടെ സാധിക്കുന്നതാണ്. അതല്ലെങ്കിൽ പുതിയ മെയിൽ ID, അതായത് നിങ്ങളുടെ മറ്റൊരു മെയിൽ ID, പാസ്വേഡ് അറിയാവുന്ന മറ്റു ഫോണിൽ ഉള്ള ഒരു മെയിൽ ID അവിടെ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയും ഒരു മെയിൽ ID ഇവിടെ കൊടുത്തു. സേവ് എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് നിങ്ങളുടെ മെയിലിലേക്ക്, അതായത് റിക്കവറി ആയിട്ട് കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരികയും അവിടെ നിന്ന് ആ വെരിഫിക്കേഷൻ കോഡ് നോട്ട് ചെയ്ത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം വെരിഫൈ കൊടുക്കുക. ഓക്കെ, ഇത്രയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇവിടെ നിങ്ങൾക്ക് പാസ്വേഡ് സെറ്റ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ റിക്കവറി ഫോൺ നമ്പർ കൊടുക്കാം. റിക്കവറി ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഫോണിലേക്ക് OTP വരും. അത് അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ റിക്കവറി ഇമെയിൽ കൊടുക്കുമ്പോൾ ഇമെയിലിലേക്കും OTP വരും. അത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിടുക. കാരണം നമുക്കറിയാം നമ്മുടെ ഫോണിൽ ഓൾറെഡി ഇപ്പോൾ മെയിൽ ഓപ്പൺ ആയിരിക്കും. പലർക്കും അറിയില്ല, അതിൻ്റെ പാസ്വേഡ് അറിയില്ലാത്തവരുണ്ട്, പാസ്വേഡ് സേവ് ചെയ്ത് വെക്കണമെന്ന് അറിയില്ലാത്തവരുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ട് നമ്മുടെ പാസ്വേഡ് എഴുതി സൂക്ഷിച്ച് വയ്ക്കുക. അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുക നമുക്കറിയില്ല എങ്കിൽ. കാരണം നമ്മുടെ മൊബൈൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നമുക്ക് പാസ്വേഡ് അറിയില്ലാത്തതുകൊണ്ട് മറ്റൊരു ഫോണിൽ മെയിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എല്ലാവരും ഇത് ചെയ്തു വയ്ക്കുക. ഓക്കെ, താങ്ക് യു. കഴിയുമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ.